ആ പുളി കുറച്ച് നമ്മൾ പറിച്ചെടുത്തു, മരത്തിൽ നിന്ന് പറിച്ചെടുത്ത് കൊണ്ടുവന്ന് നമ്മൾ വയ്ക്കാൻ പോണത് നെത്തോലി എന്ന് പറയുന്ന മീനാണ്. കണ്ട, ഇതാണ് നെത്തോലി മീൻ. കണ്ട, അത് വൃത്തിയാക്കി എടുത്തതാണ്, കഴുകി വൃത്തിയാക്കിയത്. അത് കഴുകാത്തത് കാണിച്ചു തരാം. ഇതാണ് ആ മീൻ. ഉണ്ടോ? ഇത് തലയും ഈ വാലും ഇങ്ങനെ കളഞ്ഞെടുത്താണ്. കണ്ട, ഇതിങ്ങനെ ഇതിൻ്റെ വാലും കളയും, ഉള്ളി കളഞ്ഞിട്ട് എടുത്തതാണ് ഇത്. അത് നല്ല വൃത്തിയെ ഉരച്ച് കഴുകിയെടുത്തതാണ്. ഇത് ഞാൻ എൻ്റെ കുറിഞ്ഞി പൂച്ചക്കുട്ടിയല്ല, ഇപ്പോൾ വലുതായി, അവൾ ഗർഭിണിയാണ്. അപ്പോൾ അതിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്ത് മാറ്റി വെച്ചിരിക്കുന്നു. ഈ മീനാണ് ഇത്. നമ്മൾ നല്ലപോലെ ഉരച്ച് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. ഈ പുളിയും കൂടി ഇട്ടിട്ടാണ് നമ്മൾ ഇത് വെക്കാൻ പോണത്. ഇനി അതിൻ്റെ ബാക്കിയുള്ള കൂട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ നെത്തോലിയും ഈ പുളിഞ്ചിക്കയും ഇട്ടിട്ടാണ് നമ്മൾ ഒരു നെത്തോലി ഇങ്ങനെ പീര വറ്റിക്കുക എന്ന് പറയും, അതുപോലെ ചെയ്യാൻ പോണത്. ഒരു മുറി തേങ്ങയാണ്. ഈ ഒരു മുറി തേങ്ങ തിരുവിയതാണിത്, ഒരു മുറി തേങ്ങ. പിന്നെ ഈ പുളിഞ്ചിക്ക ഇടണം. ഈ തക്കാളി, കുഞ്ഞു തക്കാളി, അത് ഞാൻ അതിൽ ഒരു തക്കാളി എടുക്കുള്ളൂ, ഒന്നും വേണ്ട, മതി. ഒരു തക്കാളിയും കൂടി ഇതിലേക്ക് ചതയ്ക്കാൻ നേരത്ത് എടുക്കും. പിന്നെ ഇഞ്ചി, പച്ചമുളക്, ചെറിയുള്ളി, കറിവേപ്പില. ഇത് ഞാൻ പുളി ഇങ്ങനെ വെക്കണതിന് പുളി വേണ്ട, പുളി ആവശ്യമില്ല, അപ്പോൾ പുളിയും മാറ്റി. ഇത്രയുമാണ് ഇതിൻ്റെ കൂട്ടും കാര്യങ്ങളൊക്കെ. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്. കണ്ട, ഇതൊക്കെയാണ് ഇതിന് വേണ്ട സാധനങ്ങൾ. എന്നിട്ട് നമ്മൾ ആദ്യം തേങ്ങ ചതച്ചെടുക്കണം. ഇതിൻ്റെ കൂടെ ഉള്ളി, ഇഞ്ചിയും കൂടി ചതച്ച് ചേർക്കും. അല്ല, ഇഞ്ചി ചതക്കില്ല, ഉള്ളി മാത്രം ഇതിൽ കൂടി ചതച്ച് ചേർക്കും ഈ കൂട്ടിൽ. കണ്ട, ഇതാണ്, ഇത്രയാണ് വേണ്ടത്. പിന്നെ പുളി ഇങ്ങനത്തെ പുളിയാണ്, അത് 4ആയിട്ട് കീറിയതാണ്. കണ്ടല്ലോ, ഇതാണ് ഇതിൻ്റെ കൂട്ടും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് ഇത് ചതച്ചെടുത്ത് തുടങ്ങാം. ഇപ്പോൾ നമ്മൾ തേങ്ങയും തക്കാളിയും അതിലരിഞ്ഞിട്ടു. ഈ അരിഞ്ഞ് വെച്ച അത് രണ്ടായിട്ട് മുറിച്ച് വയ്ക്കണം, എന്നിട്ട് അല്ലെങ്കിൽ ഒന്ന് ചതഞ്ഞ് കിട്ടില്ല. ഉള്ളിയും കൂടി ഇതിലേക്ക് ഇട്ടു. അടുത്ത് നമ്മൾ എന്താ ചെയ്യാൻ പോണേ? മുളക് പൊടി. പച്ചമുളക് 4 ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് 1 സ്പൂൺ മുളക് പൊടി മതി. ഇതൊരു എന്താ പറയുക, നെത്തോലി ഒരു തോരൻ പോലെ ഇരിക്കും, അതാണ് ഒതുക്കി എടുക്കണതാണ് കേട്ടോ. തേങ്ങ ഒതുക്കി വെക്കുന്നത്. ഇതിട്ടു. പിന്നെ അതിലേക്ക് ഒരു ചെറിയ സ്പൂണ് അതിന് മഞ്ഞൾപ്പൊടി ഇട്ടു. ഇനി നമുക്കിതൊന്ന് ചതച്ചെടുക്കണം. വെള്ളമൊന്നും ചേർക്കണ്ട, അല്ലാതെ തന്നെ ക്രഷ് ചെയ്ത് ചതച്ചെടുക്കണം. ഇത് നമ്മൾ സ്റ്റവ് കത്തിച്ച് ചട്ടി വെച്ചിട്ടുണ്ട്. ആ പുളിഞ്ചിക്കയില്ലേ, അത് ഇതിലിട്ടു. കാര്യം എന്ന് പറഞ്ഞാൽ നെത്തോലി വേവ് കുറവാണ്, നമ്മൾ അധികം വെള്ളം അതിൽ ചേർക്കാറില്ല. അതിന് വേണ്ടിയിട്ട് ഇത് ഇത്തിരി ഒന്ന് വേവിച്ചെടുക്കണം. കണ്ട, ലേശം വെള്ളം ഒഴിച്ച് അതിലേക്ക് ലേശം ഉപ്പ്, അത് ലേശം ഉപ്പിട്ടിട്ട് ഒരു പൊടി ഇത്ര മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് വേവിക്കുക. ഇതൊന്ന് അടച്ചു വയ്ക്കണം. ഇതൊന്ന് അടച്ചു വയ്ക്കണം. എന്നിട്ടുണ്ടെങ്കിൽ അത് ഒന്ന് വേഗം ഒരു 5 മിനിറ്റൊന്നും വേണ്ട, ഒരു 3 മിനിറ്റ് 4 മിനിറ്റ്
പിന്നെ വെന്താന്ന് നോക്കേ. അതൊന്ന് എന്നിട്ട് അത് വെന്താൽ അതിൻ്റെ പുളിയൊക്കെ ഇറങ്ങി ഒരു ജ്യൂസൊക്കെ ഉണ്ടാവും. ഉണ്ടാ അപ്പോൾ നമ്മൾ ഇതിൽ കുറച്ച് വെന്തിട്ടുണ്ട്, മതി, ഇത്രയും വെന്താൽ മതി, നല്ലപോലെ വേണ്ട. പിന്നെ അതിൻ്റെ കൂട്ടിക്കൂടി വെന്തോളും. അതിലേക്ക് നമ്മൾ ഇതാ കീറി വെച്ച പച്ചമുളക്, ചെറുതായിട്ട് പൊടി പൊടിയായി അരിഞ്ഞ് വെച്ച ഇഞ്ചി, പിന്നെ നമ്മുടെ കൂട്ട് കണ്ട ഇതുപോലെ ചതച്ചെടുത്തത് കണ്ട, ഇതുപോലെ ചതച്ചെടുത്ത ഈ കൂട്ടും കൂടി ഇതിലേക്ക് ഇടുക. എന്നിട്ട് നമ്മളെ നെത്തോലി മീൻ, കൊച്ചി എറണാകുളം അവിടെയൊക്കെ കൊഴുവേന്നാണ് ഇതിനെ പറയുന്നത്. ഈ നെത്തോലി മീനിനെ ഇതിലേക്ക് ഇടണം. കണ്ടോ, ഇത്രയും ഇതിലേക്ക് ഇടുക. ഇതിലേക്ക് ഇട്ടു. കറിവേപ്പിലയും ഇട്ടു. പിന്നെ ഉപ്പ് നമുക്ക് ഒരു 1/2 സ്പൂൺ ഇടാം. നേരത്തെ ഒരു ലേശം ഉപ്പിട്ടിട്ടുണ്ട്, 1/2 സ്പൂൺ ഇടാം. പിന്നെ വേണമെങ്കിൽ നമുക്ക് ആവശ്യത്തിനിടാം. ഉപ്പുമൊക്കെ ഇട്ട് ആക്കിയതിന് ശേഷം നമുക്കിതൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം മൊത്തത്തിൽ. അപ്പോൾ നമ്മൾ ആ പുളിഞ്ചിക്ക് വേവാൻ വേണ്ടി ഇട്ട വെള്ളം അത് മാത്രമേ ഇതിലുള്ളൂ. ഇനി ഇത് ആവിയിൽ വേവണം, മനസ്സിലായോ? ആവിയിലാവുമ്പോഴാണ് അതിൻ്റെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ആവിയിൽ വെള്ളം വേണമെങ്കിലൊരു കൈവെള്ളം ഒഴിക്കാം. നെത്തോലി പെട്ടെന്ന് വേവണ മീനാണ്, അധികം ഇതൊന്നുള്ളതല്ല. കുഞ്ഞു മീനല്ലേ, ചെറിയ മീനാണേ, അതുകൊണ്ട് മനസ്സിലായോ? ഇതൊക്കെ ഞാൻ ചെയ്യണമെന്താണെന്നറിയോ? നിങ്ങളെപ്പോലുള്ളവർക്ക് അറിയാനും, പിന്നെ അത് മാത്രമല്ല എൻ്റെ മോൻ പറഞ്ഞ് അമ്മ എന്തുണ്ടാക്കിയാലും അത് വീഡിയോ എടുത്ത് അവൻ അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അതുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത് കേട്ടോ. പിന്നെ എല്ലാവർക്കും വേണ്ടിയിട്ട്, അറിയാത്തവർക്കും അറിയണമല്ലോ, അതിന് വേണ്ടിയിട്ട്. കണ്ട, ഇത്രയും ഇളക്കി ചേർത്ത് വെച്ചതിന് ശേഷം നമുക്ക് ഒരു ലേശം വെള്ളം വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കുക. ചിലപ്പോൾ അടി പിടിക്കുകയും അല്ല, ഒരു കൈവെള്ളമാണ് ലേശം ഒഴിച്ചു കൊടുത്ത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണ്ട, അടച്ചു വെച്ച് ഒരു 15 മിനിറ്റ് വേവിക്കുക. അടച്ചു വെച്ചു കണ്ട, അടച്ചു വെച്ച് നല്ലപോലെ കണ്ട, നല്ല തിള വന്നിട്ടുണ്ട്. ഫസ്റ്റ് ഒരൊറ്റ ആവിയിൽ ഒരു 10 മിനിറ്റ് ആയിക്കഴിഞ്ഞാൽ നമ്മളത് കുറച്ച് 5 മിനിറ്റും കൂടി ചെറിയ തീയിൽ വേവിച്ചെടുക്കുക. ഇന്നെന്തായാലും വേവട്ടെ. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം. 10 മിനിറ്റായി, നമുക്കിതൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. തുറന്ന് നോക്കാം. കണ്ടോ, വെള്ളമൊന്നും അധികം ചേർത്തിട്ടില്ല, എന്നാലും കണ്ട വെള്ളമുണ്ട്. കണ്ട, ഇതിങ്ങനെ അധികം നമ്മൾ ഇളക്കി കൊടുക്കരുത്. അധികം ഇളക്കി കൊടുത്താൽ ഉടഞ്ഞു പോവും. കണ്ട, അപ്പോൾ അത് 10 മിനിറ്റ് ആയപ്പോഴത്തേക്ക് തന്നെ ശരിക്കും കുക്കായി. കണ്ട, ഇനി നമ്മളുണ്ടല്ലോ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇങ്ങനെ ചുറ്റിച്ച് ഒഴിച്ചു കൊടുക്കണം. ഇത്ര ആയി കഴിയുമ്പോൾ കണ്ട, പിന്നെ മുളക് പൊടി വേണ്ടവർക്ക് ഇടാം കേട്ടോ. കൂടുതൽ ഞങ്ങളെ വീട്ടിൽ മുളക് കുറവാണ്, എരിവ് കുറവാണ്. എന്നിട്ട് എനിക്കും ഏട്ടനും എരിവ് കുറച്ച് മതി, വയറ് എരിയും. അതാണ് ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ട്, അതൊക്കെ കൊണ്ട് ഇതാണ്. പക്ഷേ ഇത് കുറച്ചും കൂടി എരിവൊക്കെ ഇടാം, നല്ല ടേസ്റ്റാണ്. ഇതിങ്ങനെ ഒന്ന് ആക്കി കൊടുക്കണം. അപ്പോൾ ഈ വെള്ളം ഒന്ന് തോർന്നു വരും. കണ്ടോ, എന്നിട്ട് തീ കുറച്ച് വയ്ക്കുക. ഇത്രയും വെള്ളം വന്നാൽ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചില്ല, അതുകൊണ്ടാണ്. ആ വെള്ളം ഒഴിക്കാതിരുന്നെങ്കിൽ ഈ വെള്ളം ഉണ്ടാവില്ല. അപ്പോൾ അത് വറ്റാൻ വേണ്ടി ഇങ്ങനെ ചാലുപോലെ ആക്കിയിട്ട് തീ നല്ലപോലെ ഒന്ന് കൂട്ടി കൊടുക്കുക. അപ്പോൾ അത് വറ്റി കഴിയുമ്പോൾ നമുക്കൊന്ന് റെഡിയാക്കി എടുക്കും. മനസ്സിലായ? അങ്ങനെയാണ് ഇത്. അപ്പോൾ അതങ്ങനെ തുറന്നിരുന്നൊന്ന് വറ്റിക്കോട്ടെ. അപ്പം വെള്ളമൊക്കെ വറ്റി കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് ഇതാക്കാം.
മുളക് പൊടി കുറവെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ ലേശം മുളക് പൊടി ഒന്ന് തൂവി കൊടുത്തായിരുന്നേ. അതാണ് അങ്ങനെ കിടക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി തീ കുറച്ച് വെച്ച് ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കിയിട്ട് നല്ല നെത്തോലി പുളിഞ്ചിക്കയിട്ട് ഈര വറ്റിക്കുന്ന പറയും. ഇങ്ങനെ ഇവിടെയൊക്കെ പറയുന്നത് പിന്നെ അവിയൽ പോലെ വെക്കണമെന്നാണ്. കണ്ട നല്ലതായിട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല ഭയങ്കര ടേസ്റ്റാണ്. ഒരു പ്ലേറ്റ് ചോറുന്ന കുറച്ച് അച്ചാറും കൂടി ഉണ്ടെങ്കിൽ അടിപൊളി. ഒരു ഒഴിക്കാൻ എന്തെങ്കിലും ഒരു രസമൊന്നും വേണ്ട, ഇത് തന്നെ കൂട്ടി കഴിക്കാൻ ചോറ്. നല്ല ടേസ്റ്റാണ്. കണ്ടല്ലോ, ഇതാണ് നെത്തോലിയും പുളിഞ്ചിയും ഇട്ട് വറ്റിച്ച് വെച്ചത് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഇത് പകർന്നെടുക്കാം. മനസ്സിലായോ? സെർവ് ചെയ്തെടുക്കാം. എന്താ മണമെന്നറിയോ? ഇഞ്ചിയൊക്കെ ഇട്ടുള്ളതുകൊണ്ടേ, വെളിച്ചെണ്ണയും ഇഞ്ചിയും ആ കറിവേപ്പിലയും അതിൻ്റെ ഇതൊക്കെ കൊണ്ട് നല്ല മണം ഉണ്ട്. ചോറ് ഇപ്പം തന്നെ ഉണ്ണാൻ തോന്നും, കൊതി വന്ന അത്ര നല്ല മണമുണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട്. കണ്ടല്ലോ, ഇതാണ് നെത്തോലി പുളിഞ്ചിക്ക പച്ചമുളക് എല്ലാം ഇട്ട് വെച്ച് തേങ്ങ ഒതുക്കി വെച്ച കറി. നമുക്ക് വേണമെങ്കിൽ ഇതൊന്ന് ഒരു ഭംഗിക്ക് വേണ്ടി, ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ എടുത്ത് തിന്നാം കേട്ടോ. ഭംഗിക്ക് വേണ്ടി ഒന്ന് അലങ്കരിച്ച് വയ്ക്കാം. എന്തേ അലങ്കരിക്കാനൊന്നും അമ്മയ്ക്ക് അത്ര അറിയില്ല, എന്നാലും വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടി, മനസ്സിലായില്ലേ? ഭംഗിക്ക് വേണ്ടി നമുക്കിത് അലങ്കരിച്ച് വയ്ക്കാം. തക്കാളിയൊക്കെ നമുക്ക് തിന്നാം. കണ്ടോ, സൂപ്പറല്ലേ? സ്വാദിഷ്ടമായ നല്ല ഒരു കറിയാണിത്. അപ്പോൾ ശരി, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു.